2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വീണ്ടും 15 വർഷക്കാലത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പുതിയ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്ത ഒരുപക്ഷെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി ഞങ്ങളായിരിക്കാം. AICCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. ഇന്ദിരാ പ്രിയദർശിനിക്ക് സമമായി ഇന്ന് രാജ്യത്തെ ജനങ്ങൾ കാണുന്ന ജൂനിയർ ഇന്ദിര എന്ന രാജ്യത്തെ ജനങ്ങൾ വിളിക്കുന്ന പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി കടന്നു വരികയാണ്. വലിയ ആവേശം കോൺഗ്രസ് അണികൾക്ക് ഇത് നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രായാധിക്യത്താൽ പ്രായത്തിന്റെ ചില പ്രശ്നങ്ങളുള്ളതിനാൽ മല്ലികാർജുൻ ഖാർഗെക്ക് ഓടി നടന്ന സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിൽ സംഘടനയെ മുന്നോട്ട് ചലിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കടന്നു വരുന്നത്. അതുമാത്രമല്ല, പ്രിയങ്ക വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ അടിമുടി സംഘടനയിൽ അഴിച്ചുപണിയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള യുവ നേതാവ് സച്ചിൻ പൈലറ്റ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രിയങ്ക കൊണ്ടുവരും. ഒരു ടീം പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും കെട്ടിലും മട്ടിലുമെല്ലാം ഒരു പുതിയ സംഘടനാ പ്രവർത്തന രീതിയിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോക്സഭയ്ക്കകത്തും പുറത്തും രാഹുൽ ഗാന്ധിയുടെ സേവനം, അതോടൊപ്പം തന്നെ പരിചയ സമ്പത്തിന്റെ മുതൽക്കൂട്ടുമായി മല്ലികാർജുൻ ഖാർഗെ, അതിനൊപ്പം രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുള്ള പ്രത്യേക ഒരു കരിസ്മാറ്റിക് ലീഡറായ പ്രിയങ്ക ഗാന്ധി AICCയുടെ വർക്കിംഗ് പ്രസിഡന്റായി കൂടി കടന്നു വരുമ്പോൾ കോൺഗ്രസ് അതിന്റെ പഴയകാല പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കാനുള്ള തിടുക്കത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ തുടക്കമാണ് എന്നാണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. ഡൽഹിയിലെ കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിച്ചതാണ് ഈ വിവരം. പ്രിയങ്ക തന്റെ മനസ്സ് തുറന്നു കഴിഞ്ഞു. അതായത് അവർ AICC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയങ്ക വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുള്ളത് കർണാടക, കേരള, തെലങ്കാന, അതോടൊപ്പം ഹിമാചൽ പ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരുള്ളത്. അതിനൊപ്പം ഭരണപങ്കാളിത്തമുള്ള സംസ്ഥാനം 1 തമിഴ്നാട്, 2 ജാർഖണ്ഡ്. ഈ 2 സംസ്ഥാനത്താണ് കോൺഗ്രസിന് ഭരണത്തിൽ കൃത്യമായ ഒരു പ്രാതിനിധ്യമുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് AICC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പായി നടക്കാനുള്ള, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനമായ പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഉള്ളിലെ പിളർപ്പ്, ആം ആദ്മി പാർട്ടിയുടെ ഉള്ളിലെ പോരെല്ലാം മുതലെടുത്ത പഞ്ചാബിൽ കോൺഗ്രസിന്റെ നഷ്ടപ്രതാപത്തിലേക്ക്, അല്ലെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിയും. അത് പ്രിയങ്ക കൂടി നേതൃത്വത്തിലേക്ക് വന്നാൽ വളരെ എളുപ്പത്തിൽ പഞ്ചാബിന്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ യോഗി ആദിത്യനാഥിനെയും BJPയെയും പരാജയപ്പെടുത്തി ഉത്തർപ്രദേശിൽ ഭരണത്തിലേറാം എന്ന് കഴിയുമെന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിനുതകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കുന്ന രൂപത്തിലാണ് പ്രിയങ്കയുടെ ഒരു കാൽവെപ്പ്. അതോടൊപ്പം തന്നെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാജസ്ഥാനിൽ നിന്നുള്ള യുവ നേതാവ്, കോൺഗ്രസ് ഒരു കാലത്ത് കോൺഗ്രസ് പ്രസ്ഥാനം രാജസ്ഥാനിൽ അതിന്റെ നെടുന്തൂണായി നിന്ന അന്തരിച്ച രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന്, അതായത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും കൃത്യമായ സോഴ്സിൽ നിന്നും ലഭിച്ച വാർത്തകളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങൾ കോൺഗ്രസിൽ കൃത്യമായ സംഘടന അഴിച്ചുപണിയുണ്ടാകും. അതിൽ പ്രിയങ്ക ഗാന്ധി AICCയുടെ വർക്കിംഗ് പ്രസിഡന്റായും സച്ചിൻ പൈലറ്റ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായും വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.